ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ജഗന്റെ വീടാണ്. ജഗൻ വന്ദനെ കണ്ട കാര്യമെല്ലാം വിദ്യയോട് പറയുമ്പോൾ വിദ്യ പറയുകയാണ്, അതെ മോനെ അനിയ, ഈ ദിയമോളിലൂടെ തന്നെ നിനക്ക് വന്ദനയുടെ മനസ്സിൽ കയറിപ്പറ്റാം. പക്ഷേ അതേട്ടത്തി ശരിയല്ലല്ലോ എന്ന് ജഗൻ പറയുമ്പോൾ, എന്താണെങ്കിലും നിന്റെ പ്രണയം വിജയിക്കുക തന്നെ ചെയ്യും. നിന്റെ ഏട്ടത്തി എന്തിനും കൂട്ടായിട്ട് നിന്റെ ഒപ്പമുണ്ടെന്നും വിദ്യ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ജഗന് സന്തോഷമാകുന്നു. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ദിയമോളുടെ കാല് മസാജ് ചെയ്യുന്ന വന്ദനയാണ്. വന്ദനാമ്മയേക്കാൾ നന്നായിട്ട് ജഗനങ്ങൾ പറഞ്ഞു തരുമെന്ന് ദിയമോള് പറയുമ്പോൾ നിന്റെ വാചകമടി നിർത്തിയിട്ട് എക്സസൈസ് ചെയ്യാൻ നോക്കാൻ വന്ദന പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ജഗനെക്കുറിച്ച് വാതോരാതെ പറയുന്ന ദിയമോളെയാണ്. ഇത് കേൾക്കുന്ന വന്ദന പറയുകയാണ്, അതെ, ഇനി അയാളുടെ പേര് പറഞ്ഞാലേ ഞാൻ നിന്നെ ശരിയാക്കും. ജഗനങ്ങള് ആ ഭിക്ഷക്കാരുടെ അടുത്തുനിന്ന് എന്നെ രക്ഷിച്ചത് കൊണ്ടല്ലേ വന്ദനാമ്മയ്ക്ക് എന്നെ തിരികെ കിട്ടിയതെന്ന് ദിയമോള് പറയുമ്പോൾ ദിയമോളോട് സോറി പറഞ്ഞ് ദിയമോളെ ചേർത്ത് പിടിക്കുകയാണ് വന്ദന. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ജഗനെയാണ്. ഇന്ന് ഞായറാഴ്ചയാണല്ലോ. വന്ദന എങ്ങനെയാ ഒന്ന് കാണുക? വീട്ടിലേക്ക് കയറി ചെല്ലാമെന്ന് കരുതിയാൽ കാരണമൊന്നുമില്ലാതെ എങ്ങനെയാ ചെല്ലുന്നത്? എന്താണെങ്കിലും ഇന്ന് വന്ദനയെ കണ്ടേ പറ്റുമെന്ന് ജഗൻ പറയുമ്പോൾ വിദ്യ ജഗന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ജഗ, ദേ നിനക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ടെന്ന് വിദ്യ പറയുമ്പോൾ എനിക്കൊന്നും വേണ്ട, ഞാൻ പോവുകയാണെന്ന് ജഗൻ പറയുന്നു. അതെ അച്ഛമ്മ നിനക്ക് വേണ്ടി ആ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് വിദ്യ പറയുമ്പോൾ വിദ്യയുടെ കൂടെ അടുക്കളയിലേക്ക് ചെല്ലുകയാണ് ജഗനും. എന്റെ ഹരിതമോൾക്ക് ഈ ബിരിയാണി പുട്ട് എന്ത് ഇഷ്ടമാണെന്നറിയാമോ? ഒരു കാലത്ത് 3 നേരവും അവൾ ഇത് തന്നെയാ കഴിച്ചുകൊണ്ടിരുന്നതെന്ന് അച്ഛമ്മ പറയുമ്പോൾ എന്നാ വേണമെങ്കിൽ ഞാനത് ഹരിതയ്ക്ക് കൊണ്ട് കൊടുക്കാമെന്ന് ജഗൻ പറയുന്നു. ഇത് കേൾക്കുന്ന അച്ഛമ്മ പറയുകയാണ്, ഒരു കാലത്ത് മാധവന്റെ വീട്ടിൽ കാലുകുത്തില്ലെന്ന് പറഞ്ഞ നീ ഇപ്പോ അങ്ങോട്ടേക്ക് പോകാൻ തിടുക്കം കാണിക്കുന്നത്? അത് പിന്നെ അച്ഛമ്മേ, ഞാൻ ഹരിതയുടെ കാര്യം ഓർത്തിട്ടാ. എന്താണെങ്കിലും എന്റെ മോള് പാവമല്ലേ, നീ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞ് അച്ഛമ്മ അവിടെ നിന്ന് പോകുമ്പോ വന്ദനെ കാണാനുള്ള ട്രിക്കല്ലേ, നടക്കട്ടെ എന്ന് വിദ്യയും പറയുന്നു. പിന്നീട് കാണിക്കുന്നത് രാഗിയും സാഗറിനെയുമാണ്. കുറുപ്പ് തന്നെ കണ്ട കാര്യവും പറഞ്ഞതുമൊക്കെ തന്നെ രാഗിയോട് പറയുകയാണ്. സാഗർ, അല്ല ഇപ്പൊ കുറുപ്പിന് വന്ദനയോട് ദേഷ്യം തോന്നാൻ എന്താ കാരണമെന്ന് രാഗി ചോദിക്കുമ്പോൾ അത് പിന്നെ അവളിപ്പോ രാജീവിന്റെ കേസ് വീണ്ടും റീഓപ്പൺ ചെയ്യിക്കാൻ പോവുകയാണെന്നാ അറിഞ്ഞതെന്ന് സാഗർ പറയുന്നു. ഇത് കേൾക്കുന്ന രാഗി പറയുകയാണ്, എന്നാലേ ഞാനും വന്ദനയുടെ ഒപ്പം തന്നെയാ. മരിച്ചത് എന്റെ കൂടപ്പിറപ്പും അമ്മയുമാണ്. എത്രയൊക്കെ പറഞ്ഞാലും വന്ദനയുടെ കാലദോഷം കാരണമാ അത് സംഭവിച്ചതെന്ന് എന്റെ മനസ്സങ്ങ് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് എനിക്കും ഈ കേസ് റീഓപ്പൺ ചെയ്ത് കാണാൻ തന്നെയാ ആഗ്രഹം. ഒരു കൂടപ്പിറപ്പെന്ന നിലയിൽ ഞാൻ ചെയ്യേണ്ടതാണ് ഇപ്പോ വന്ദന ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന സാഗർ പറയുകയാണ്, ഇവളോട് പറഞ്ഞതെല്ലാം അബദ്ധമായി പോയല്ലോ. വന്ദനയും മറ്റുള്ളവരും നീയാണ് ഈ അപകടത്തിന് പിന്നിലെന്നാ വിശ്വസിക്കുന്നതെന്ന് സാഗർ പറയുമ്പോൾ എന്താണെങ്കിലും അന്വേഷിക്കട്ടെ, അപ്പോൾ എന്താണെങ്കിലും കുറ്റവാളി പുറത്തു വരുമല്ലോ എന്ന് രാഗി പറയുന്നു. ഇത് കേട്ട് പേടിയോടെ നിൽക്കുകയാണ് സാഗർ. വന്ദനയുടെ ലക്ഷ്യമേ സ്വത്ത് മാത്രമാണ്. രാജു മേനോന്റെ സ്വത്ത് മോഹിച്ചാണ് അവൾ ഇതൊക്കെ ചെയ്യുന്നത്. അവളുടെ വീട്ടിൽ നിന്നുള്ള ഒരാളെ വെച്ച് തന്നെ വേണം അവളെ ഒതുക്കാൻ. അതിന് പറ്റിയ ആള് പ്രകാശൻ തന്നെയാണെന്ന് സാഗർ പറയുമ്പോൾ അതിനോട് യോജിക്കുകയാണ് രാഗിയും. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അവിടെ നിന്ന് പോകുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ജഗന്റെ വീടാണ്. ഹരിതയ്ക്കുള്ള ആഹാരവുമായിട്ട് ജഗൻ ഇറങ്ങാൻ നേരം കുറുപ്പ് ജഗനെ പിടിച്ചു നിർത്തുകയാണ്. അല്ല നീ ഇതെങ്ങോട്ടാണെന്ന് ചോദിക്കുമ്പോൾ ഹരിതയ്ക്കുള്ള ബിരിയാണി പുട്ടുമായിട്ട് പോവുകയാണെന്ന് ജഗൻ പറയുന്നു. അത് നീ കൊണ്ട് കൊടുക്കണ്ട, ഡ്രൈവർ കൊണ്ട് കൊടുത്തോളും. നിനക്ക് അത്യാവശ്യമായിട്ട് വേറൊരു ജോലിയുണ്ടെന്ന് പറഞ്ഞ് ജഗനെ പിടിച്ചു നിർത്തുകയാണ് കുറുപ്പ്. അങ്ങനെ ഡ്രൈവർ അത് കൊടുക്കാനായിട്ട് പോകുമ്പോൾ വിദ്യ അയാളെ തടഞ്ഞു നിർത്തുകയാണ്. അതിനുശേഷം സൂത്രത്തിലൂടെ ജഗനെ വിളിച്ചു വരുത്തുകയും ജഗനെ വന്ദനയുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്യുന്നു. നിങ്ങളെ എന്റെ ഏട്ടത്തിയമ്മയല്ല, എന്റെ കൂടപ്പിറപ്പ് തന്നെയാ. എന്റെ പ്രണയം വിജയിച്ച ഏട്ടത്തിയമ്മയോട് ഞാൻ ഏറെ കടപ്പെട്ടിരിക്കുമെന്നും ജഗൻ പറയുന്നു. തുടർന്ന് ജഗൻ പോയതിനു ശേഷം വിദ്യ പറയുകയാണ്, ആ ജാതക ദോഷക്കാരിയെ ജീവിതത്തിലേക്ക് കയറ്റി ഇവന്റെ ജീവിതവും അങ്ങനെ തന്നെ ആകണം. അത് കാണാൻ വേണ്ടിയല്ലേ ഞാനിവിടെ കാത്തിരിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ജഗൻ വന്ദനയുടെ വീട്ടിലേക്ക് ചെല്ലുന്നതാണ്. ജഗനെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് വന്ദന. വന്ദനയെ കണ്ട് സന്തോഷത്തോടെ നിൽക്കുന്ന ജഗനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.